കാക്കനാട്ടെ DLF ഫ്ലാറ്റിൽ 300-ലധികം ആളുകൾക്ക് വയറിളക്കവും ഛർദിയും മൂലം ചികിത്സ ആവശ്യമായി വരുന്നു. കോളിഫോം ബാക്ടീരിയ ഉള്ള വെള്ളമാണ് ഇവർ ഉപയോഗിച്ചതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ നേരത്തെ ടെസ്റ്റ് നടത്തിയെങ്കിലും ഈ കാര്യത്തിൽ കാര്യമായ നടപടിയൊന്നും റെസിഡൻസ് അസോസിയേഷൻ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 5000-ഓളം ആളുകളാണ് ഈ DLF ഫ്ലാറ്റുകളിൽ കൊച്ചിയിലെ കാക്കനാട് താമസിക്കുന്നത്. സാധാരണ ഒരു ഫ്ലാറ്റ് സമുച്ചയം പോലെയല്ല ഈ DLF ഫ്ലാറ്റ് സമുച്ചയം എന്ന് പറയുന്നത്. എന്തായാലും 300-ലധികം ആളുകൾക്ക് ഇത്തരം രോഗം അവസ്ഥ വന്നപ്പോൾ, ചികിത്സ തേടേണ്ടി വന്നപ്പോൾ അതൊരു വലിയ പ്രശ്നമായി, വലിയ ആരോഗ്യ പ്രശ്നമായി. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ അസുഖം വന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും അല്പം മുമ്പ് 24 സംസാരിക്കുമ്പോൾ പറഞ്ഞത്. വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായ റിപ്പോർട്ട് തേടി. കോളിഫ്ലോം ബാക്ടീരിയ പോലെയുള്ള സംഭവങ്ങൾ ശുദ്ധജലത്തിൽ പടർന്നാലുള്ള അവസ്ഥ പല ആളുകൾക്കും അറിയാം. ഇത് എല്ലാ കാലത്തും സംഭവിക്കുന്നത് പോലെ ഇതും ഒരു റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലെ അലമാരയിൽ പൊടി പിടിച്ചിരിക്കുമോ എന്നാണ് കാക്കനാട്ടെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നത് ഏറ്റവും പ്രധാനം. കാക്കനാട് DLF ഫ്ലാറ്റിലെ 340 പേർ രോഗാവസ്ഥയിലാണ്. വയറിളക്കവും ഛർദിയും കാരണം ചികിത്സ തേടിയത് നിരവധി പേർ. കുട്ടികൾക്കും പ്രായമായവർക്കും ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുടിവെള്ളത്തിൽ ഈ കൊളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് മെയ് മാസത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾ നടത്തിയ പരിശോധനയിൽ ഈ കൊളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും അസോസിയേഷൻ വേണ്ട നടപടിയെടുത്തില്ലെന്നാണ് താമസക്കാരുടെ ആരോപണം. 29/5 ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 29/5 ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്കോളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട്. വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. കണക്ക് 300-ഒന്നുമല്ല, അതിൽ കൂടുതലാണ്. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആരോഗ്യ പ്രശ്നമുണ്ടായതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി വീണ ജോർജ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതുകൂടാതെ രോഗാവസ്ഥയിലുള്ളവർ, രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും അവരുടെ ഫ്ളാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ളാറ്റിൽ നിലവിൽ അവിടെ ഒരു കിണറുണ്ട്. അതുകൂടാതെ ടാങ്കർ ലോറികളിൽ അവിടെ വെള്ളം എത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു സമ്പിൽ വെള്ളം ശേഖരിച്ചതിന് ശേഷമാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. 15 ടവറുകളിലായി 1268 ഫ്ളാറ്റുകൾ, 5000-ലധികം താമസക്കാർ. ജൂൺ 1-നാണ് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു. കിണർ, വാട്ടർ അതോറിറ്റി എന്നിങ്ങനെ 3 സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളമെത്തുന്നത്. ഇവിടെ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ടാങ്കറുകളിൽ നിന്ന് വെള്ളമെത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സോഴ്സിൽ നിന്നും സാമ്പിൾ എടുത്തുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. A long discussion with the health department yesterday. They have spent more than 3 hours with us. They have gone around our facilities. They have seen all our, pumping stations, cleaning stations, our water treatment plants. നഗരസഭാ അധികൃതരും MLA ഉമാ തോമസും ഫ്ളാറ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ജില്ലാ കളക്ടർ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്ടീരിയയുടെ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകും. വിനീത VG, 24, കൊച്ചി. പ്രേക്ഷകർക്കറിയുന്ന കൊച്ചിയിലെ ഈ DLF ഫ്ലാറ്റ് ഉണ്ടായ സംഭവം കൊച്ചിയിലെ നഗരവാസികളെ വല്ലാതെ ഭീതപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം വിവിധ സോഴ്സുകളിൽ നിന്നാണ് ഈ ഫ്ലാറ്റുകളിലൊക്കെ കുടിവെള്ളം ഉപയോഗിക്കുന്നത്. കിണറുകളുള്ള അവസ്ഥയുണ്ട്, കിണറുള്ള അവസ്ഥയുണ്ട്, വാട്ടർ അതോറിറ്റി പൈപ്പുകൾ വഴി വരുന്ന വെള്ളമുണ്ട്. അതുപോലെ അത് കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വലിയ ഫ്ലാറ്റുകളിലൊക്കെ തന്നെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. ഏതിൽ നിന്നാണ് ഈ കോളിഫോം ബാക്ടീരിയ ഉണ്ടായത്? എന്തായാലും ഇത് ഒരുപക്ഷെ ഈ ബാക്ടീരിയ എന്താണെന്ന് കൂടുതൽ വിശദമായി നമ്മൾ പറയുന്നില്ല. കാരണം ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന പല ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ അറിയാതെ ഓർമ്മിച്ചു പോകും എന്നതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയയുടെ ഒരു സ്വഭാവം എന്താണെന്ന് ഞാൻ വിശദമാക്കുന്നില്ല. വളരെ മുൻകരുതലുകളുമൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ടാങ്കർ ലോറികളിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് വരുന്ന ആളുകളും അതേപോലെ കിണറുകൾ വഴി ഈ ഇങ്ങനെയുള്ള മലിനമായ വസ്തുക്കൾ വെള്ളത്തിലേക്ക് പടരാൻ സാധ്യതയുള്ളതും ഒക്കെ കൂടുതൽ മുൻകരുതലോടെ ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അസോസിയേഷനുകൾ എടുക്കട്ടെ മുൻകരുതലുകൾ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.